ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം അങ്ങനെ കുരുക്ക് മുറുകുകയാണോ എന്നുള്ളതാണ് ചോദ്യം. എ പത്മകുമാറിന്റെ മൊഴിയിൽ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് തീരുമാനം. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. കേസിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. ടി വി പ്രസാദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, പത്മകുമാറിന്റെ മൊഴി ആഴത്തിൽ പരിശോധിച്ച് തന്ത്രി രാജീവ് കണ്ഠരരുടെ മൊഴിയെടുക്കാൻ ചോദ്യം ചെയ്യാനാണോ നീക്കം SIT-യുടേത്? നിർണായകമായ നീക്കത്തിനൊരുങ്ങുന്നോ SIT? ഉറപ്പായും അരുൺ, പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയുടെ മൊഴിയെടുക്കാൻ, തന്ത്രിയെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാന കാരണം പത്മകുമാറിന്റെ മൊഴിയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം അത് പ്രത്യേക അന്വേഷണ സംഘത്തോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ സന്ദർശനം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ പത്മകുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തോട്. പക്ഷേ അതിന് കാരണക്കാരൻ തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്ന മൊഴിയാണ് കണ്ഠരര് രാജീവരിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്താനുള്ള കാരണം. അതിൻ്റെ ഭാഗമായി കൂടിയാണ് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരര് രാജീവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്ത്. മാത്രമല്ല, നേരത്തെ കൊടിമരം മാറ്റുന്ന സമയത്ത് വാജിവാഹനം കൊണ്ടുപോകാനിടയായ സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി നേരത്തെ പ്രാഥമികമായി ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ 2 ദിവസം എ പത്മകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത് പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പം അത്രയേറെ വിശ്വസിക്കാനുള്ള കാരണം ഈ തന്ത്രിമാരുടെ പ്രധാനപ്പെട്ട ആളായതുകൊണ്ടാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് എന്താണ് ബന്ധം എന്ന് കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ പത്മകുമാർ മറച്ചുവെച്ചില്ല. പക്ഷേ അതിന് യഥാർത്ഥ കാരണക്കാരൻ തന്ത്രിയുമായുള്ള അടുത്ത ബന്ധമാണ്. തന്ത്രിയുമായി ഇത്രയധികം ബന്ധമുണ്ടാകുന്ന ഒരാളെ എന്തിനു വിശ്വസിക്കണം എന്ന നിലയിലാണ് കൂട്ടുകൂടിയത് എന്നാണ് പത്മകുമാർ വിശദീകരിക്കുന്നത്. എങ്കിലരുൺ, ഉറപ്പായും തന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വാജിവാഹനം കൊണ്ടുപോയതിൽ മാത്രമായിരിക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തിയതിനു ശേഷം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ കൊടിമരം മാറ്റിയതിലും, മണികൾ മാറ്റിയതിലും, വാജിവാഹനം മാറ്റിയതിലും, അഷ്ടദിക്പാലകരെ മാറ്റിയതിലും, 18 പടികൾ മാറ്റിയതിലും എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കുണ്ടോ എന്ന കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അത് തന്ത്രി അറിയാതെ നടക്കുമോ എന്ന ചോദ്യം ഏറെ പ്രധാനവുമാണ്. അതോടൊപ്പം തന്നെയാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുക്കാൻ എപ്പോൾ വിളിപ്പിക്കണം എന്നുള്ള ഒരു നിർണായക ചോദ്യം കൂടിയുള്ളത്. അതിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കാത്തിരിക്കുകയാണ് അരുൺ. ഓക്കെ, നമുക്ക് ആ വാർത്തയുടെയും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ഒരു ഭാഗത്ത്